അവൈലബിൾ. ഇതൊന്നും കട്ട് പോലും ചെയ്യൂല. റോസ് ആണ്. പഠിക്കാൻ ഇഷ്ടമാണോ അല്ലെ കളിക്കാനാണോ ഇഷ്ടം? അവിടുത്തെ ഫാക്കൽറ്റീസും ഇവിടുത്തെ ഫാക്കൽറ്റീസും നമ്മൾ എന്തായാലും മാറ്റണ്ടോ അല്ലെ സിസ്റ്റത്തിലുള്ള ചേഞ്ച് ആണോ? ക്യാമറമാൻ പോയോ? കാരണം എല്ലാവരും നോക്കുക അവരുടെ റിസൾട്ട് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസൾട്ട് മാക്സിമം ആക്കാൻ നോക്കുക. ഉച്ചയ്ക്ക് പിന്നെ ബിരിയാണി ഉണ്ടാവും, മന്തി ഉണ്ടാവും. ഈ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ അല്ല. സമൂസ വിചാരിച്ച് തിന്നോളൂ കേട്ടോ. ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ കവറായി. പാരന്റ്സ് എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കുന്നു ഇതൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ഒന്നും നടക്കില്ല. നല്ലതായിട്ട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും നല്ല ഡോക്ടർ എന്ന് പറയട്ടെ ഒരു സിനിമയിലെ കുശം വേണം കുതിച്ചു പോകണം. ഇവരത് വീഡിയോ സൊല്യൂഷൻ ആയിട്ടും കൂടെ തരും. എല്ലാ എന്താ പരിപാടികൾ? പഠിക്കണം, നീറ്റ് മേടിക്കണം, അതന്നെ പരിപാടി. ജെയിൻ്റെ റിസൾട്ട് ഒക്കെ വന്നിട്ട് എന്താ സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ ഇന്നലെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു. ആ പിള്ളേരെ നമ്മളെ വീഡിയോ എടുക്കാൻ വന്നേ. ഇത്ര നേരെ ആണോ? യെസ്, തുടങ്ങാം. അല്ല, എന്താ നിങ്ങൾ പറയാൻ പോന്നേ? എന്റെ ചോദ്യം ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും പറയാ. പേരെന്താ പറഞ്ഞോ? ഹിന, നന്ദന. ഓക്കെ. സോ ഇവിടെ കേറുമ്പോ നിങ്ങൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ? ആദ്യം നോട്ടീസ് ചെയ്യുന്നത് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു സംഭവം പഠിക്കാൻ വേണ്ടി വന്നതല്ലേ, ആ ഒരു ഫീൽ ഇവിടെ കേറുമ്പോ വരും. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അതാണ് ഫസ്റ്റ് മെയിൻ. പിന്നെ രാവിലെ വരുമ്പോ ക്ലാസ്സിന് രാവിലെ ആണല്ലോ വരിക, ആ ഒരു സമയത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര സൂപ്പർ ആയിരിക്കും രാവിലെ വരുമ്പോ കാണാൻ. ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാന്നുള്ളത് അതിന് ക്യാമറമാൻ പോയോ? ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാന്നുള്ളത് അതിന് ചായ കിട്ടാണ്ടിരിക്കൂല. ക്ഷീണത്തോടെ എന്ത് ചെയ്താലും ക്ഷീണമായിരിക്കും എന്നാണ് പണ്ട് ഒരാള് ആരാ പറഞ്ഞ അറിയോ? ഹാഷിറിനെ അറിയില്ലേ? ഹാഷിറാണ് പറഞ്ഞത്. ഈ ഒരു മെന്റർ എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാ? അതൊന്ന് എന്തെങ്കിലും. ഒബ്വിയസ്ലി നല്ല ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഇവിടെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു സ്ട്രെങ്ത് വരുന്നത് ഒരു 60 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഇൻഡിവിജ്വൽ കെയർ എന്ന് പറയുന്നത് ഇവിടെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മെന്റേഴ്സ് ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്കിപ്പം ജസ്റ്റ് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ നമുക്ക് പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മെൻ്റലി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. കാരണം നമ്മുടെ ഒരു സിബ്ലിംഗ് പോലെ ആയിരിക്കും നമ്മൾ അവരായിട്ടുള്ള ഒരു ഇത്. കാരണം അവർ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെയാണ്. അതുപോലെ തന്നെ ക്ലാസ് വൈസ് നമ്മുടെ പെർഫോമൻസ് അവർ സെപ്പറേറ്റ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഒരു ലാപ്പിൽ കാണിച്ചു തരും. അതായത് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുണ്ട്, ഓരോ എക്സാമിലും നെഗറ്റീവ്സ് എത്ര ഉണ്ട്, മാർക്ക് എത്ര കൂടുണ്ട്, അതൊക്കെ നമുക്ക് സ്പെഷ്യലി അവർ പറഞ്ഞു തരും. പിന്നെ അതിപ്പം പഠിത്തത്തിൻ്റെ കാര്യമല്ല, ഇപ്പോൾ ഇവിടെ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മെൻ്റലി എന്തെങ്കിലും ഒന്ന് തളരുക, നമുക്ക് പറ്റൂല എന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരൊന്ന് അപ്രോച്ച് ചെയ്യാം. സമൂസ വിചാരിച്ച് തിന്നോളൂ കേട്ടോ. ഇതൊക്കെ തന്നെ. ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, സമൂസ. ഇന്നലെ തിങ്കളാഴ്ച പപ്സ്. പിന്നെന്താ, പഴംപൊരി ഉണ്ടാവും, കേക്ക് ഉണ്ടാവും, കട്ട്ലറ്റ്, അങ്ങനെ. പിന്നെ ചായ കോഫി ഓൾട്ടർനേറ്റ് ആയിട്ട്. ആഴ്ചയിൽ ഒരു 2 ദിവസം കോഫി ഉണ്ടാവും, ചായ ബ്ലാക്ക് ടീ ആണെങ്കിൽ അങ്ങനെ. പിന്നെ മെയിൻ കോഴ്സ് എന്താ? രാവിലെ വെള്ളപ്പം ഉണ്ടാകും, പുട്ട്, പിന്നെ ഇഡ്ഡലി, നൂലപ്പം, പത്തിരി ഉണ്ടാകും, അന്ന് മക്രോണി ഉണ്ടാകും, മുട്ടക്കറി ആയിരിക്കും. ഉച്ചയ്ക്ക് പിന്നെ ബിരിയാണി ഉണ്ടാവും, മന്തി ഉണ്ടാവും, ചോറുണ്ടാവും, അങ്ങനെ തന്നെ. പിന്നെ അവിടെ ചോറും അടിപൊളിയാണ്. മുട്ട, കുറേ സാധനം, ഒരു ചെറിയൊരു മിനി സദ്യ വൈബായി. ടാബ് എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരുമോ? ടാബില് ക്ലാസ് ഉണ്ടാകും. നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കുകയല്ലേ, ഡെയിലി ക്ലാസ് ഇവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ആ ക്ലാസ് നമുക്ക് ടാബിൽ പിന്നെ കേൾക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടാബിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു കാര്യത്തിൽ ടാബ് എന്ന് പറയുമ്പോൾ നമുക്ക് PYQ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാൻ തരുന്ന ഒരു എക്സാം ഗോൾ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമുക്ക് പ്രൊവൈഡ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയി തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊക്കെ ഈ ഫ്രീ ടൈമിൽ നമ്മൾ ഇരിക്കുമല്ലോ, ഇപ്പോൾ കുറേ പഠിച്ച് ബോറടിച്ചിരിക്കുമ്പോൾ ബയോളജി ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഒരു വേറെ എക്സ്റ്റേണൽ ആയിട്ട് പെന്നോ പേപ്പറോ ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ടാബിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ആ ടൈമിൽ തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ബയോളജിന്റെ കേസിലോ? പഠനത്തോടുള്ള ഒരു സമീപനം എന്താണ് മോളെ? പഠിക്കാൻ ഇഷ്ടമാണോ അല്ലെ കളിക്കാനാണോ ഇഷ്ടം? കളിക്കാനാണ്. 4 സൈഡിൽ കൂടെ ഒക്കെ പഠിച്ചൂടെ?
ഫാക്കൽറ്റീസിനെ കുറിച്ച് ഞാൻ ഏത് വീഡിയോയിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇവര് പിന്നെ നിർത്തൂല. ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ മാത്രം ഇട്ട്. അതങ്ങനെയാണ്. ഫാക്കൽറ്റീസ് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമുക്ക് എന്താ പറഞ്ഞു വരെ എങ്ങനെ ഇപ്പോൾ ക്ലാസ് ഒക്കെ അടിപൊളിയാണ്. അതേപോലെ നമുക്ക് അവരോട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാം എന്ന് വെച്ചാൽ പേഴ്സണലി പോയിട്ട് ചോദിക്കാം. എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമുക്ക് അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റീസ് തന്നെയാണ്. NIT-ലും IIT-ലും പഠിച്ചവരും അങ്ങനെയൊക്കെയുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് വരുന്നത്. പിന്നെ ആർക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന സാറന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ് എടുക്കൽ മാത്രമല്ല അവരുടെ ഡ്യൂട്ടി. നമുക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡൗട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അവർ നോക്കിയിട്ട് പറഞ്ഞുതരും. ജാനുവരി മുതൽ ഏപ്രിൽ വരെ നമുക്കിപ്പോൾ ഫുൾ എക്സാംസ് ആണല്ലോ. അപ്പം ക്ലാസ്സസ് അങ്ങനെ നടക്കില്ലാത്തതുകൊണ്ട് സാറന്മാർ ഫുള്ള് ഇവിടെ വരാറുണ്ടാവില്ല. അപ്പോൾ പക്ഷെ അതിന് പകരം നമുക്ക് എല്ലാവർക്കും ഹോസ്റ്റലിലോട്ട് ഫാക്കൽറ്റീസ് വന്നിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഇപ്പോൾ മുന്നേ വേറൊരു സ്ഥാപനത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞു. അവിടുത്തെ ഫാക്കൽറ്റീസും ഇവിടുത്തെ ഫാക്കൽറ്റീസും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെ സിസ്റ്റത്തിലുള്ള ചേഞ്ച് ആണോ? ഒന്ന് പറഞ്ഞുതരോ? കിട്ടുന്ന അറ്റൻഷൻ അത് തന്നെയാണോ? രണ്ടാമത് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതിപ്പം ടീച്ചേഴ്സും സ്റ്റുഡൻസ് തമ്മിലും. ഇപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യണപ്പോൾ ഡയറക്ടർ ആണെങ്കിൽ നമുക്ക് വിജയ് സാറോട് ഇപ്പം എന്തെങ്കിലും ചെറിയ പ്രശ്നമാണെങ്കിലും നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രിൻസിപ്പൽ, മെൻറ്റേഴ്സ്, അതുപോലെ നമുക്ക് കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വരെ. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഒറ്റക്കായി പോകുന്നില്ല. ഇല്ല, അതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ അല്ല, അത് ഇവിടുത്തെ സ്പെഷ്യലാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ആ ഒരു കെയർ കിട്ടുമോ ചോദിച്ചാൽ എല്ലാവരും പറയും അങ്ങനെ കെയർ ഉണ്ടാവും, ഇങ്ങനെ കെയർ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ഒരു കെയർ ഉണ്ടാവില്ല. കാരണം എല്ലാവരും നോക്കുക അവരുടെ റിസൾട്ടാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിസൾട്ട് മാക്സിമം ആക്കാനാണ് നോക്കുക. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയത് നേരെ തിരിച്ചാ. ഏതൊരു കുട്ടിക്കും, അതായത് ഇപ്പോൾ ലോ ആണെങ്കിലും ഹൈ ആണെങ്കിലും അവരുടെ എബിലിറ്റി വെച്ചിട്ട് മാക്സിമം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം എനിക്കിവിടെ വന്നപ്പോഴും ചേഞ്ച് ഫീൽ ചെയ്തത് അതാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എന്നെ ഐഡന്റിഫൈ, ഇപ്പം നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു പേര് ചോദിച്ചാൽ പോലും അത് ഏതെങ്കിലും ഒരു മെന്ററിനെയും അറിയുണ്ടാവും. കാരണം ഏതെങ്കിലും ഒരു വേ ആയിട്ട് നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ കുറേ ആൾക്കാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന നല്ലത് കുറച്ച് പേരിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. ഭയങ്കര ഇൻഡിവിജ്വൽ കെയർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവർ ഒരു മാക്സിമം കുട്ടികളെ വെക്കും, അതിനപ്പുറത്തേക്ക് ഇവർ എടുക്കൂല. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലെ മൊത്തത്തിലൊന്ന് കയ്യിൽ ഒതുക്കാം അവർക്ക്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും അല്ലെങ്കിൽ മാർക്ക് വേരിയാണെങ്കിലും അവർക്ക് ശ്രദ്ധിക്കാൻ ഭയങ്കര ഇതായിരിക്കും. മെയ് 8-ാം തീയതി ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 9-നും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ ബാച്ചസ് ഓരോ ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഫസ്റ്റ് ബാച്ചിൽ മെയ് 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത കുട്ടിയാ. അല്ല ഒന്നുമില്ല. എന്നിട്ട് അപ്പോൾ ക്ലാസ് ഇങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അതിൽ മെയിനായിട്ട് പുറത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ വെക്കേഷൻ വരുമല്ലോ. ആ വെക്കേഷന് നമ്മൾ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വരൂലേ, എല്ലാവർക്കും ആ സമയത്താണ് ക്ലാസ്സേ തുടങ്ങുന്നത്. നമുക്ക് അപ്പോഴത്തേക്കും തന്നെ ഒരു 1-2 ചാപ്റ്റർ പോയിട്ട് വേറെ അടുത്ത ലീവ് പോയിട്ട് വരുമ്പോഴേക്കും ഒരുവിധം +1 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത മാതിരിയായി. ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ കവറായി. മൊത്തം കവറായി. അപ്പോൾ ആ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന്, ജനുവരി 15-ന് എന്ത് എക്സാം സ്റ്റാർട്ട് ചെയ്തു. സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്തു. സീരീസ് എക്സാം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. ബയോളജിയിൽ ഇപ്പോൾ ചിലപ്പോൾ 2 ചാപ്റ്റർ, കെമിസ്ട്രി 1 ചാപ്റ്റർ, ഫിസിക്സ് 1 ചാപ്റ്റർ, അങ്ങനെയുള്ള 20 മൊഡ്യൂളായിട്ട്. 20 മൊഡ്യൂൾ. ഈ 20 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി. എനിക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല കുട്ടി. അതായത് ആദ്യം ഒരു സീരീസ് ടെസ്റ്റ്, ഒരു മൊഡ്യൂളിന്റെ 2 ദിവസം ലീവ്, അടുത്ത സീരീസ് ടെസ്റ്റ്, അങ്ങനെ പോകുന്നത്. എന്നിട്ട് 2 ദിവസം ലീവ്, 2 ദിവസമല്ല 1 ദിവസം ലീവ്, എന്നിട്ട് ഒരു ക്യുമുലേറ്റീവ്. ആ ക്യുമുലേറ്റീവിൽ പറഞ്ഞാൽ ആദ്യത്തെ രണ്ടാമത്തെ മൊഡ്യൂൾ രണ്ടും ഒപ്പം നടക്കും. അവിടം വരെയുള്ളത് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മൊഡ്യൂൾ, 2 ദിവസം ലീവില് 1 മൊഡ്യൂൾ, അങ്ങനെ 2 കഴിയുമ്പോൾ ഇത് 4 കൂടി അതാണ് ക്യുമുലേറ്റീവ്. അപ്പം വൺ റിവിഷൻ ആണ് നടക്കുന്നത്. യെസ്, എന്നുവെച്ചാൽ ഇതിങ്ങനെ പോയി ലാസ്റ്റത്തെ 2 മൊഡ്യൂൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ദിവസത്തെ ക്യുമുലേറ്റീവ് ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ഫസ്റ്റ് ഫുൾ ടെസ്റ്റ് ആണ്. പക്ഷെ അതല്ലാണ്ട് ഇപ്പം നമുക്ക് വേറെയും ഫുൾ ടെസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഓരോ ക്യുമുലേറ്റീവ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ
ഓരോ ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. അതിന്റെ കൂടെ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് പ്രീ ക്യുമുലേറ്റീവ്. ഇപ്പോൾ 1, 2 കഴിഞ്ഞു, എന്നിട്ട് അടുത്ത ക്യുമുലേറ്റീവ്, ഇത് രണ്ടും കൂടെ ഉള്ളത് 3, 4 കഴിഞ്ഞു, എന്നിട്ട് അടുത്ത ക്യുമുലേറ്റീവ് 4 കൂടെ വരുമല്ലോ. അതിക്ക് മുന്നേ ഈ 3, 4 മാത്രം ഒരു ഈ 2 മൊഡ്യൂൾ മാത്രം മിക്സ് ആയിട്ട് ഒരു ക്യുമുലേറ്റീവ് കൂടെ നടത്തും. വൺ സെറ്റപ്പ് കണ്ടോ. എനിക്ക് ഇത്രയും ടൈം എടുത്ത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് മനസ്സിലാക്കാൻ. ഇത്രയും എക്സാമുകൾ, ഇത്രയും സീരീസ് ടെസ്റ്റുകൾ, ക്യുമുലേറ്റീവ്. ഈ റിവൈസ് ചെയ്യാൻ തന്നെ ഇവര് നമുക്ക് സൊല്യൂഷൻ ഇട്ട് തരുമല്ലോ. ഈ സൊല്യൂഷൻ ഇടുന്നതിന്റെ കൂടെ ഇവരത് വീഡിയോ സൊല്യൂഷൻ ആയിട്ടും കൂടെ തരും. എല്ലാ അല്ല നോക്കുകയാണ്, അത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളാണ് പിള്ളേർ പറയുന്നതാണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയൂലെങ്കിൽ അതിന്റെ വീഡിയോ സൊല്യൂഷൻ കിട്ടും ടാബിൽ മൊത്തമായിട്ട്. ഒരു സാറ് ഇപ്പൊ കെമിസ്ട്രി ഒരു സാറ് അത് വീഡിയോ സൊല്യൂഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. ഫിസിക്സും ഒരു സാർ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മളിപ്പോ അത് ആ ക്വസ്റ്റ്യൻസ് മാത്രമാണല്ലോ അവർ ചെയ്യണത്. അതിലേതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ശരിയായിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അതിനാണ് ഇവർ പിന്നെയും ഹോസ്റ്റലിലേക്ക് വരുന്നത്. അതായത് ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നാൽ പോലും ഹോസ്റ്റലിൽ വന്ന് ഡൗട്ട് ക്ലിയർ ചെയ്തു. അത് ഫാക്കൾട്ടീസ് വരും. എന്നിട്ടും പഠിച്ചില്ല, നല്ല അടി തന്നെ കിട്ടേണ്ടി. വാ, ഒരു 52 സെക്കൻഡ് കൊണ്ട് ഇവരുടെ ഹോസ്റ്റലിൽ എത്താം. പക്ഷെ ഇവരെക്കാട്ടിലും ഭാഗ്യമുള്ളത് നമ്മൾ മുന്നേ ഓടി 7 സെക്കൻഡ് കൊണ്ട് എത്തിയ ബോയ്സ് ഹോസ്റ്റലാണ്. ബോയ്സ് ഹോസ്റ്റൽ കറക്റ്റ് 7 സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ. അത് ഓടുകയാണെങ്കിൽ കേട്ടോ, ഇതാ ആ കാണുന്നത് സാർ അത് പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള, ഞാനത് ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചതാണ്. ഇനി കണ്ടിട്ടില്ലേ അതൊക്കെ? ഓക്കെ. അപ്പോൾ പറഞ്ഞു തന്നെ അതൊരു ഗേൾസ് ഹോസ്റ്റൽ, ഇതിൻ്റെ അകത്ത് കാണുന്നത് ഒരു ബോയ്സ് ഹോസ്റ്റൽ. ആൻഡ് ഈ ഗേൾസ് ഹോസ്റ്റലിൻ്റെ കുറച്ച് ഒരു തുള്ളി ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ബോയ്സ് ഹോസ്റ്റൽ. അങ്ങനെ ഹോസ്റ്റലൊക്കെ അത്രയും അടുത്ത്. ശരിക്കും ഇതൊരു റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയൊരു കാര്യമാണെന്നുള്ളത് പറയാൻ പറ്റും. യൂസ്ഫുൾ ആണ്. കാരണം ഇങ്ങനെ അല്ലെങ്കിലേ നമ്മളൊരു അവസ്ഥയായിരിക്കും. അപ്പൊ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്ത് വരേണ്ട പ്രശ്നമൊന്നുമില്ല. നേരത്തെ ഫാക്കൾട്ടീസിനെ പറ്റി പറഞ്ഞപ്പോ ഒരു കാര്യം വിട്ടുപോയി. സ്വകാര്യം പറയുന്നു, ഉറക്കനെ പറ. അല്ല, ഇത് ഇവിടെയുള്ളൂ, ഇത്ര പറഞ്ഞാ പോരെ, മതിയാവൂലേ? ഓക്കെ. ഫാക്കൾട്ടീസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഹോസ്റ്റലിൽ വരുമല്ലോ, അപ്പം ഈ സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാർക്കൊക്കെ ഇങ്ങനെ വേരി ചെയ്ത് വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത് ആ ടൈമിലാണ് ഫാക്കൾട്ടീസിനോട് സംസാരിച്ചത്. അതുവരെ നമ്മളിങ്ങനെ മെൻറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ സൂപ്പർ മെൻറ്റേഴ്സ് അങ്ങനെയൊക്കെ അവൈലബിൾ. ഇതൊന്നും കട്ട് പോലും ചെയ്യൂല. ഇതായിരിക്കും ഇതിന്റെ മറ്റേ ഇതുണ്ടാകുക, സ്റ്റാർട്ടിങ് കാണിക്കുന്ന സാധനം. പറഞ്ഞോ നോ സീൻ. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഹോസ്റ്റലായിരിക്കുന്ന സമയത്ത് എനിക്ക് അതാണ് ആദിൽഷ. ഹായ്, എവിടുന്ന വരുന്നേ? വാ, മുന്നേ എങ്കയോ പാത്ത മാറി ഇരിക്കേ. ഹായ്. ഹോസ്റ്റലിൽ വന്ന സമയത്ത് എനിക്ക് മാർക്ക് ഇങ്ങനെ വേരിച്ച് വന്നു. അപ്പോൾ നമുക്കിങ്ങനെ സാറന്മാരുമായിട്ട് സംസാരിച്ച് കൂടുതൽ കമ്പനി കൂടി കുറച്ച് സാറന്മാരുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി കണ്ടു കഴിഞ്ഞാൽ ഹായ് എന്ന് പറഞ്ഞു പോണത്. അപ്പൊ ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വന്നപ്പോൾ ഷാവുൽ സാർ പോയിരുന്നു. അങ്ങനെ ഒരു കുറച്ച് പേരുണ്ട്. അതിൽ നമുക്ക് കുറേ കമ്പനി ഉള്ളത് SD സാറ്, ആസാദ് സാറ്, അങ്ങനെ ഷെഫീൻ സാർ, അങ്ങനെ കുറേ പേര് അറിയാം. അപ്പോൾ ഇവർ SD സാറും ആസാദ് സാറും കൂടെ പിന്നെ ഫുൾ ഞങ്ങൾ വലമ്പ് സാറന്മാർ വലമ്പ് ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ ഭയങ്കര കമ്പനി അങ്ങനെ ആയിട്ടായിരിക്കും. അതായത് നമുക്കൊരു ഭയങ്കര ഇപ്പൊ ചിലരുണ്ടാവില്ലേ കോട്ടിന് സൂട്ടൊക്കെ ഇട്ടിട്ട് പ്രൊഫസർ വൈബിൽ വന്ന് നിൽക്കണേ, അതല്ല. സാറോട് സംസാരിച്ചപ്പോൾ സാറ് ഭയങ്കര ഓപ്പൺ ആയിട്ട് ആകെ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത്. കാരണം ഞാൻ കണ്ടപ്പോൾ സാർ ഇങ്ങനെ ഇല്ലായിരുന്നു ക്ലാസ്സിൽ, പക്ഷെ സംസാരിച്ചപ്പോൾ ടോട്ടലി ചേഞ്ച് ആയി. അപ്പോൾ സാറോട് ചോദിച്ചു ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇതുപോലെ കുറേ പേരുണ്ടായിരുന്നു, അപ്പം നമുക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, കുഴപ്പമില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ പാരൻസിനോട് പറയണ പോലെ തന്നെ തോന്നി. അതായത് സാറോട് സംസാരിച്ചപ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ മെച്യൂർ ആയിട്ട് സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്ത്. അപ്പം ഞാൻ അതെടുത്ത് പറയണമെന്ന് ഇരുതിയതായിരുന്നു, മറന്നു. അന്ന് മുതൽ ഇനി ഗിയർ മാറ്റി. എന്ത് അല്ല, ഗിയർ മാറ്റി മീൻസ് ഒന്നുകൂടെ അടിപൊളിയായി പഠിക്കാൻ തുടങ്ങി. ഞാൻ 3 ആളോടും ചോദിക്കാം, നിങ്ങൾ ജുപ്പോട്ടോ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ കാര്യം പറയാൻ പറ്റൂ, ഇവിടുത്തെ ഒറ്റ സാധനം ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയും, അതെന്താന്ന് ഓരോരുത്തരും പറയും. ഇതാ കോപ്പി അടിക്കരുത് കേട്ടോ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇവിടെ ആരോട് ചോദിച്ചാലും അതിനൊരു കോംപ്രമൈസ് പറയൂല. സാർ തന്നെ പറഞ്ഞില്ലേ ഫാക്കൽറ്റീസ് മറ്റേ ഈ സിനിമയിൽ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് കണ്ടില്ല. അടിപൊളി. ഫാക്കൽറ്റീസിനെ കുറിച്ച് ഒന്നും പറയാനില്ല.
ഇനി നമുക്ക് അങ്ങനെ പറയില്ല, ഒന്നും പറയാനില്ല മീൻസ് അതായത് ജില്ലകളുടെ ചെറിയ പ്രശ്നമാണ് കാര്യമായിട്ട്. അതായത് മെൻഡറും സൂപ്പർ മെൻഡറും തമ്മിലുള്ള മാറ്റം എന്ത്? മെന്റേഴ്സ് എന്ന് വെച്ചാൽ അവര് നമ്മുടെ കാര്യങ്ങളായിരിക്കും, നമ്മുടെ അക്കാഡമിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ നോക്കുന്നത്. സൂപ്പർ മെന്റേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ഇപ്പൊ അവര് ഓൾറെഡി നീറ്റ് എഴുതിയവരാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെ സജഷൻ നമുക്ക് തരാൻ പറ്റും അതെല്ലാം അവർ തരും. പാരന്റ്സിന്റെ കൺസേൺ ഉണ്ടാവില്ല നല്ലോണം, നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ അതിന് പറയാം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും ഇതുപോലെ വന്നതാണ്, പാരന്റ്സ് എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കുന്നു ഇതൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ഒന്നും നടക്കില്ല അങ്ങനെ പറഞ്ഞു തരും. അതായത് ഇപ്പോൾ നമ്മൾ വന്ന വഴി എന്തിനാ അത് മാത്രം ചിന്തിച്ച് ഒറ്റ പോക്ക് പോയാൽ മതി, ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞു തന്നിരുന്നു വന്ന സമയത്ത്. പിന്നെ സൂപ്പർ മെൻറ്റേഴ്സ് പോലെ തന്നെ ഇപ്പം നമുക്കുള്ളതാണ് സൈക്കോളജിസ്റ്റ്. മെൻ്റലി ഒരു സ്ട്രെങ്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവില്ല, ഇപ്പോൾ നമുക്ക് ഒരു നമ്മൾ കുറച്ച് വീക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു വീക്ക് ഏരിയ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിപ്പോൾ അക്കാഡമിക്സ് അല്ല, നമ്മുടെ സ്വന്തം പേഴ്സണൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ നല്ലൊരു പേഴ്സണൽ ക്യാരക്ടർ വേണ്ടേ, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളും അവർ പറഞ്ഞുതരും. അങ്ങനത്തെ എന്താ ഇവിടെ ചോദിച്ചറിഞ്ഞ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം? നല്ലതായിട്ട് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യണം. അല്ലാണ്ട് നമുക്കൊരിക്കലും ഇങ്ങനെ നല്ല ഡോക്ടർ എന്ന് പറയുന്നത്, നല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും പഠിച്ച സിലബസ് ഒന്നല്ലേ. ആ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. എൻ്റെ വല്യമ്മക്ക് ഏകദേശം 90 എബവ് മാർക്ക്, അയ്യോ മാർക്കല്ല വയസ്സ് ആയിട്ടുണ്ട്. വല്യമ്മ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഒരൊറ്റ ഡോക്ടർ, എന്താ അബ്ദുള്ള എന്നങ്ങ പറഞ്ഞ ഒറ്റ ഡോക്ടറാണ് കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചത് എന്താ വേറെയും ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ വല്യമ്മേൻ്റെ ഒപ്പം പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അത്രയും കെയർ ചെയ്ത് നല്ലോണം സംസാരിക്കുന്ന പേഷ്യൻസിനോട്. ആ ഒരു സംസാരിക്കുമ്പം ആ ഒരു വലിയ കാര്യം ഫാക്ടറാന്ന് തോന്നുന്നില്ലേ? ഒരു യെസ്. അപ്പോൾ ആ ഒരു വെറുതെ ഒരു ഡോക്ടർ ആവുന്നതിലുപരി ആൾക്കാരൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഇൻട്രാക്ട് ചെയ്ത് അവരെ അങ്ങ് എല്ലാ തരത്തിലും ഹീൽ ചെയ്യുന്ന ഒരു ഡോക്ടറായി മാറാനാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതൊരു ഇൻട്രാക്ഷൻ ആണ് സാറ് കുട്ടികളെ. അത് ഒന്ന് ശീലേട്ടാ, കുട്ടികൾ സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ആഫ്റ്റർ ക്ലാസ് മേ ബി എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ അല്ല ബോണ്ട വേണമെന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ സോറി, നിങ്ങൾ നോർമലി സംസാരിക്കുന്നതായി സംസാരിച്ചോളി. ഞാൻ ഇതൊന്ന് ഒരു മിനിറ്റേക്ക് ഇവിടെ വെക്കട്ടെ. അതാർക്കില്ല മോളെ, അതാർക്കില്ല. അത് നമ്മളിവിടെ എന്താ വെച്ചാൽ ഫ്രീ മൈൻഡിൽ, അതല്ല നമ്മളിവിടെ ഇപ്പം എന്താ ഫ്രീ മൈൻഡിലാണ് എന്ത് ചെയ്യുന്നത് എക്സാം ചെയ്യുന്നത്. എക്സാം ആൾക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ടെൻഷൻ വരും. നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അന്ന് ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യും, ഇന്ന് ഞാൻ പഠിച്ചതൊക്കെ അന്ന് എഫക്റ്റ് ആകും. കാരണം നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ്. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അന്ന് ഞാൻ അടിപൊളിയൊക്കെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ എക്സ്റ്റേണലി ഒരു ബലൂൺ വീർപ്പിച്ചാണ്ട് പോയിട്ടാണ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എക്സാം ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയാൽ തന്നെ നമ്മൾ പെട്ടെന്ന് പതറിപ്പോവും. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അന്ന് എക്സാമിന് കുറേ ടെൻഷൻ വരും എന്നുള്ളതും അന്ന് നമ്മൾ കുറച്ചൊക്കെ മറന്നു പോകും എന്നുള്ളതും അത് ഈ എല്ലാ എക്സാം എഴുതുന്ന മക്കൾക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യം തന്നെ എന്താവണം, ഒന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് മാത്രം എക്സാമിലോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലാസ് റൂം ഫുള്ള് AC ആണ്. എന്നുവെച്ചാൽ നമ്മൾ +2 വരെയൊക്കെ പഠിക്കുകയാണെങ്കിൽ സാധാ ഒരു ബെഞ്ച്, ആ ബെഞ്ചിനകത്ത് ഒരു 5 പേര് ഇടുങ്ങിയിരിക്കുക, ബെഞ്ചിനകത്ത് 5 പേര്. പക്ഷെ ഇവിടെ നമുക്ക് ഒരാൾക്ക് ഒരു സീറ്റാണ്, ഒരു സിംഹാസനം പോലെ. പിന്നെ പറയുകയാണെങ്കിൽ ബോർഡ് മറ്റേ ഈ ഡിജിറ്റൽ ബോർഡ് ആയതുകൊണ്ട് എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് ആ ഒരു ഇതിന്റെ പിക്ചർ കാണുക വെച്ചോ, സാർ ഉടനെ യൂട്യൂബ് എടുക്കുക, ആ പിക്ചർ എടുക്കുക, കറക്റ്റ് വിഷ്വലൈസ് ചെയ്ത് അത് തന്നെ കാണിച്ച് പഠിപ്പിക്കുകയാണ്. അതൊരു നല്ല പോയിന്റാണ്. പിന്നെ ആ ഒരു സീറ്റിങ്ങിൻ്റെ നമ്മൾ ഒരുപാട് നേരം ഇരിക്കുന്നതല്ലേ, അപ്പോൾ ആ ഒരു കംഫർട്ട് ഇമ്പോർട്ടൻ്റ് അല്ലേ? കുഷ്യനൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. കുതിച്ചു പൊങ്ങണം, ഒരു സിനിമയിലെ കുഷൻ വേണം, കുതിച്ചു പൊങ്ങണം. അതൊക്കെ ഏത് സിനിമ? റീസെന്റാ? മറ്റേ ഫ്രിഡ്ജ് വേണം, മറ്റേ വാഷിംഗ് മെഷീൻ വേണം. ജയറാമിൻ്റെതാ? അല്ല, എന്താണ് അപ്പുറത്ത് വീട്ടിലൊരു സിനിമ നടി വരും, ആരാണ്? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തില്. സാറാണെങ്കിൽ അവിടെ മാത്രം നിന്നല്ല സംസാരിക്കുന്നത്, അവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് ആ ലാസ്റ്റ് ഇരിക്കുന്ന കുട്ടിയെടുത്ത് വരെ പോകും. അപ്പം ഈ സുവോളജിയുടെ ഷഹീർ സാറാണെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടികളെ അല്ല നോക്കുന്നത്, ലാസ്റ്റ് ഇരിക്കുന്ന കുട്ടികളുടെ എല്ലാം പേര് സാറിന് അറിയായിരിക്കും. സാറ് ഇങ്ങനെ ചോദിക്കും, നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? എല്ലാവരുടെയും പേരറിയാം. സാർ ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ നോട്ടിൽ എഴുതേണ്ട തിരക്കായിരിക്കും. അപ്പോൾ സാർ ഇത് അങ്ങനെ എഴുതാനാണെങ്കിൽ പിന്നെ ഡിജിറ്റൽ ബോർഡിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് നമുക്ക് ടാബിൽ അപ്പ് ചെയ്ത് തരും.
വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം. അതായത് സാറ് എടുത്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മളിങ്ങനെ സ്പോട്ടിൽ എന്ത് ചെയ്യണ്ട, എഴുതി എടുക്കേണ്ട കാര്യമില്ല. ഇവർക്കിത് PDF ആയി അല്ല ടാബിൽ ഇത് അവൈലബിൾ ആണ്. ഡെയിലി ക്ലാസ് കഴിഞ്ഞാൽ അതിലിപ്പോ സർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ഫോട്ടോ കാണിച്ചു തരും, ആ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. സർപ്രൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഫ്രണ്ട്സിനോടത്തോളം അവിടെ പോയിട്ട് ഇങ്ങനെ നമ്മൾ ചായ കുടിക്കുമ്പം ഒരുപാട് പേര് താഴെ കാണും, പിന്നെ കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. പറയുന്നില്ല. ലൈബ്രറിയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ആശാൻ തുടങ്ങി. ലൈബ്രറിയെ കുറിച്ച് പറയാനാണ് എനിക്ക് വളരെ ലൈബ്രറിയെ പറ്റി പറയുകയാണെങ്കിൽ കുറെ ബുക്കുണ്ട്. പിന്നെ ജ്യൂസ് അല്ലാതെ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഈ ഉച്ചക്കത്തെ ഇന്റർവെലിനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ കാമായിട്ട് ഇരുന്ന് ചെയ്യാം. ഹോസ്റ്റലിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മ അവിടെ നോക്കില്ലേ, അതുപോലെ ഞാൻ നോക്കുന്ന ആളാണ് എൻ്റെ വാർഡൻ ഷീബാൻഡി. നമ്മൾ എവിടെ ഉണ്ടെങ്കിൽ ഷീബാൻഡി അവിടെ വെറുതെ ഒന്ന് കണ്ടാൽ മതി, എന്താ ആവശ്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ അവിടെ ഫ്രണ്ടിലിങ്ങനെ ഇരിക്കണം, ആ ടേബിളിൻ്റെ ഫ്രണ്ടിലിങ്ങനെ ഇരിക്കണം. വാർഡൻസ് നല്ല ഫ്രണ്ട്ലിയാണ്, നമുക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ ചെയ്തു തരും. പിന്നെ ഇൻ്റെ ഒരു കേസിൽ ഞാൻ ലേറ്റ് നൈറ്റാണ്, എനിക്ക് രാവിലെ എണീക്കണ്ട, പക്ഷെ എനിക്ക് നിസ്കരിക്കാൻ നിൽക്കണം. അപ്പോൾ ഞാൻ ഷീബാനോട് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കാൻ മാത്രം ഒന്ന് വിളിക്കുമോ, അങ്ങനെ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഹോസ്റ്റലിൽ നല്ല എൻവയോൺമെൻറ്റ്, പഠിക്കാൻ പറ്റിയ എൻവയോൺമെൻറ്റ് തന്നെ. നമ്മൾ ഫ്രണ്ട്സൊക്കെ പഠിക്കണ കാണുമ്പോൾ നമുക്ക് ഇന്ന് അങ്ങോട്ട് പഠിക്കാൻ തോന്നും. പിന്നെ നമുക്ക് ലോണ്ട്രി സിസ്റ്റം ഉണ്ട്, നമുക്ക് ഡ്രസ്സസൊക്കെ ലോണ്ട്രി കൊടുത്തിട്ട് ഇതാക്കാം. അപ്പോൾ അതിലൊന്നും ടൈം പോണില്ല. പിന്നെ ഫുഡ് കഴിച്ച് പാത്രം പോലും കഴുകണ്ട. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഒരു ദിവസം കഴുകാണ്ട് മറന്നു വെച്ചപ്പോൾ അമ്മ എന്താ, ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ അങ്ങനെ ശീലിച്ച് പോയി. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഹോസ്റ്റലിലുള്ളത്. സാർ തന്നെ ഏതോ വീഡിയോയിൽ പറയണ്ടല്ലോ, ഒന്നും വേണ്ട പഠിച്ചാൽ മതി, അതേപോലെ. അതുകൊണ്ട് തന്നെ അല്ലേ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പം ബോയ്സ് ഹോസ്റ്റലിനെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് കൂട്ടുകാരുമായിട്ട് ഇതായിട്ട് കളിയാവും, ആ പഠിത്തത്തിൽ നിന്ന് മാറിപ്പോകും, അങ്ങനെ ഒരു കൺസേൺ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതുവരെ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടു നിന്നിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഇത്രയും ദൂരം കൊല്ലത്ത് നിന്ന് ഇത്രയും ദൂരത്ത് വന്നപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, വീട്ടിൽ നിന്ന് മാറിയിരുന്നല്ലോ. പക്ഷെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം വലുതായിട്ട് തോന്നിയിട്ടുമില്ല. പിന്നെ കൂട്ടുകാരോട് കൂടി ഒരുപാട് ഈ കളിയിലോട്ടൊന്നും പോയിട്ടുമില്ല. വന്ന ടൈം തൊട്ടേ അത്യാവശ്യം സ്റ്റഡി ഹാളിൽ കയറിയിരുന്ന് നല്ല അത്യാവശ്യം ടൈം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇനി വരുന്ന കുട്ടികൾക്ക് ഒരു ബ്രീഫായിട്ട് എജുപോർട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ വലിയ തള്ളലൊന്നും ഇല്ലാണ്ട് നാച്ചുറലായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് മൊത്തം. അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ കുറേ തള്ളിക്കയറ്റി നോണൊന്നും പറഞ്ഞിട്ടില്ല, ഉള്ളത് തന്നെയാണ് വൃത്തിക്ക് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് പോരുക. ഇവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് ക്ലാസ്സും ഫാക്കൽറ്റീസും ഇവിടെ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്തെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളൊരു നല്ല MBBS അല്ലെങ്കിൽ JE എന്താണെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് എത്താൻ എജുപോർട്ട് 100% ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, ഉപസംഹരിക്കുകയാണ്. മറ്റൊന്നും ഇല്ലല്ലോ, മറ്റൊന്നുമില്ല. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. സീ യു ബൈ. ഓക്കെ, 6:20. ഇന്നിപ്പോൾ പോയിട്ട് എന്താ പരിപാടി? ഫുഡ് കഴിക്കുന്നു, ഹോളിൽ കയറുന്നു, പഠിക്കുന്നു, ഉഷാറായിട്ട്, അടിപൊളി തന്നെ.